ഈ വൺ സൈഡഡ് ഫെമിനിസ്റ്റുകളുടെ സംസാരം കുടുംബം എങ്ങനെ കലക്കാന്നുള്ളതാണ്. അവരുടെ ജീവിതമോ തകർന്നു, ഇനി ആരൊക്കെ സമാധാനത്തോടെ ജീവിക്കുന്നു അതൊക്കെ എങ്ങനെയൊക്കെ കലക്കാം, ഇതിനെക്കുറിച്ച് മാത്രമാണ് അത് വിഷയമല്ല. അപ്പൊ അങ്ങനെ ഒരു ഗവേഷണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുകയായിരുന്നു, മനുഷ്യർ തമ്മിൽ ആരൊക്കെ തമ്മിൽ സഹകരിച്ചാലും വഴക്കുകളും കുറുമ്പുകളും ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കും. എല്ലാ കുടുംബം ഉണ്ടാവുന്ന പറയുന്ന കുടുംബം അടിയും കൂടെ ഉണ്ടാകുന്ന കുടുംബം. അപ്പൊ ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും എൻ്റെ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഞാനും വൈഫോട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ, അതായത് അടിച്ചതൊന്നും അല്ല, ഇതൊരു ബഹളത്തിനിടയ്ക്ക് ഇവിടെ വന്നു. പക്ഷേ മറ്റേയാൾ കേൾക്കുമ്പോൾ, അതായത് ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ കഴിയുന്നത്, നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുവാണല്ലോ. പണ്ട് അങ്ങനെ അടി നടന്നാലും ഞങ്ങൾ ഇന്നും വളരെ അല്ലാതെ ഇവിടെ നമ്മൾ ടോക്സിക് ഹസ്ബൻഡ് എന്നെ കുറിച്ച് അങ്ങനെ ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഞാനെന്തോ എന്നെ അവതരിപ്പിച്ചതിനെ മെയിൽ ഷോവിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പ്രോഗ്രാമിൽ. ഇത് എന്നെ ഇവിടുത്തെ വിമൻസ് എംപവർമെന്റ് പരിപാടിക്ക് വിളിച്ചിട്ട്, സെന്റ് തെരേസസ് കോളേജ് നടക്കുന്ന പ്രോഗ്രാമിൽ എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, അഖിലിനെ തന്നെ ഞങ്ങൾ വിളിക്കും, വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാമിനെ വിളിച്ചത്, എന്നെ വിളിച്ചത് മെയിൽ ഷോവിനിസ്റ്റ്. ഞാൻ ചിരിച്ചു, ഞാൻ പറയാം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ ഞാൻ ബിഗ് ബോസിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും സ്നേഹിക്കും, ഒരേപോലെ ബഹുമാനിക്കും ഞാൻ ചെയ്യില്ല. എനിക്ക് അമ്മയും സഹോദരിയും ഒക്കെ സ്ത്രീകളാവുന്നതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയെ കൊന്ന തനു സ്ത്രീയാ, ഈ കുടുംബത്തിലുള്ള മൊത്തം ആൾക്കാരെ കൊന്ന ജോളി സ്ത്രീയാ, ജയിലിൽ കിടക്കുന്ന എത്രയോ ക്രിമിനൽസുകളായിട്ട് സ്ത്രീകളുണ്ട്. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും തുല്യ റെസ്പെക്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ തുല്യതയും സ്നേഹവും റെസ്പെക്റ്റും കൊടുക്കുന്നത് പ്രവർത്തിക്ക് ആണോ പെണ്ണോ നോക്കിയിട്ടല്ല, കയ്യിലിരിപ്പിനാണ് റെസ്പെക്ട് കൊടുക്കുന്നത്. അതിനാണെന്നും പെണ്ണെന്നും ജാതിയും മതമൊന്നും നോക്കത്തില്ല. അപ്പം വേണമെങ്കിൽ നമ്മളെ അങ്ങനെ എതിർക്കാം. നമ്മൾ ഒരുവനെ എതിർക്കുമ്പം വേണമെങ്കിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന ഹിന്ദു സവർണ ഫാസിസ്റ്റ് ഒരു മുസ്ലിമിനെ എതിർത്തു എന്ന് ഒരു മുസ്ലിം നാമധാരിയോട് ഞാൻ എതിർത്താൽ അങ്ങനെ വരുത്തി തീർക്കാം. പക്ഷെ എതിർത്തത് അവന്റെ കയ്യിലിരിപ്പിനെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു അല്ലെങ്കിൽ ജാതി വെച്ച് എതിർക്കാം.